ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വാട്ടാതെ കുഴക്കാതെ പരത്താതെയൊക്കെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 മുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദയും ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തന്നെ 1 കപ്പ് പാൽ കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഒരു 7-8 ബ്രെഡ് നമുക്കിതിലേക്ക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കൈവച്ച് ചെറുതായ പീസാക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ബ്രെഡെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ടീസ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതേ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുതിർന്ന് കിട്ടണം. ഒരു 3-4 മിനിറ്റ് ഇതേ രീതിയിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിതിലേക്ക് ഒരു പഴം ഒന്ന് വാട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു പോള റെഡിയാക്കി എടുക്കുന്ന സെയിം പോട്ടിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പഴം ചെറുതായിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം കട്ടിയില്ലാത്ത ഒരു രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് പഴുപ്പ് കൂടാത്ത പഴം വേണം കേട്ടോ അതിലേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് പഴുപ്പ് കൂടിയിട്ടുള്ള പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിതുപോലെ വാട്ടിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. അപ്പോൾ പഴുപ്പ് കുറഞ്ഞിട്ടുള്ള പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഉടയാത്ത രീതിയിൽ തന്നെ നമുക്കിത് വാട്ടിയെടുക്കാം. അപ്പോൾ അതല്ലാതെ നല്ല രീതിയിൽ തന്നെ ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഞാനിപ്പോൾ അവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും മാറ്റി കൊടുത്ത് സെയിം പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാ ഭാഗത്തേക്കും ഒരേ കട്ടി എത്തുന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നേരത്തെ നമ്മൾ വാട്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴം ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു പൊടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് പഴത്തിൻ്റെ ആ ഒരു അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം ഇതിന് മുകളിലായിട്ട് മുഴുവനായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 15-20 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പോട്ടിന് താഴെയായിട്ട് പഴയൊരു പാൻ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ അവിടെ നെയ്യ് തടവി എടുത്തിട്ടുള്ള ഒരു പാനിലേക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റോളം ഇതേ രീതിയിൽ ലോ ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതേ രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിനെ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്നാക്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.